ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉത്രാടപ്പാച്ചിലല്ലേ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഓണാഘോഷമൊന്നും അല്ല, എന്നാലും ചെറിയ രീതിയിൽ നമ്മൾ ഓണാഘോഷിക്കുകയാണ്. നമ്മുടെ ഈ വീട്ടിലുള്ള ലാസ്റ്റ് ഓണം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇനിയിപ്പോൾ വീട് മാറിക്കഴിഞ്ഞാൽ ആരും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോണത്. കുഞ്ഞിനിതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞൊരു ഹായ് പറയും. അവൻ്റെ ഹായ് ആണ് സൂപ്പർ. ഇന്നലെ പൂരാടവാണിപ്പത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തിട്ട് എല്ലാതും കൊളായി എന്ന് വേണം പറയാൻ. നമ്മളവിടെയൊക്കെ നല്ല രീതിയിൽ പൂരാടവാണിയത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. അത് കാരണം അവിടുത്തെ റോഡ് ഭയങ്കര സ്മൂത്തായത് കാരണം റോഡ് സൂപ്പറാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ വന്നത്, അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നാളേക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ലണ്ടനിൽ നിന്നും ലാൻഡ് ചെയ്ത എൻ്റെ അമ്മുക്കുട്ടി. ഇതിൻ്റെ കുഞ്ഞ് ഹായ് പറയും. പൂരാടവാണിയത്തിൻ്റെ ആഘോഷങ്ങളും ബോള് അപ്പോൾ ബ്ലോക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ ബ്ലോക്ക് തുടങ്ങിയിട്ട് വെറുതെ അല്ല അവിടെ ബ്ലോക്കൊന്ന് വരുമെന്നത്. അപ്പോൾ എന്തായാലും പൂരാടവാണിയും കാര്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ ഇപ്പോഴും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാളത്തെ അതിൻ്റെ തിരക്കാണ് കേട്ടോ. ഉത്രാടപ്പാച്ചിലാണ് കാണുന്നത്. അപ്പോൾ നട്ടുച്ചയാണെങ്കിൽ കൂടിയിട്ട് എല്ലായിടത്തും നല്ല തിരക്കാണ്. പിന്നെ പഴക്കൊലകളും അതുപോലെ എന്താ പറയുക, വണ്ടികൾ സാധനങ്ങൾ മേടിക്കാനുള്ള ലാസ്റ്റ് മിനിറ്റിലുള്ള ആ ഒരു ഒട്ടപ്പാച്ചിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പൂവട്ടിപ്പൂരാടം എന്നുള്ള ആ ഒരു പൂരാടവാണിയത്തിൻ്റെ ഇത് കാണിച്ചു തരാം. അത് ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റില്ല, പക്ഷെ ഞാനത് വരുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ലൈറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അതിനെ പോയത് നെസ്റ്റോലാണ് കേട്ടോ. എന്താ വെച്ചാൽ മോനായിട്ട് അവിടെ ഇവിടെ ഒന്നും കിടന്ന് അലയാൻ വയ്യ. അത് കാരണം നേരെ നെസ്റ്റോയ്ക്ക് വിട്ടു. അപ്പോൾ അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്നാലും കുറച്ചൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവനായിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിം സോണിൻ്റെ അവിടെ പോയപ്പോൾ അവൻ്റെ കൈ വിട്ടിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ്. ഞാൻ പിടിച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അവന് സായൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈസി വൈയിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അവന് ഗെയിം സോണിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവനെ ഇതെല്ലാം അറിയുന്ന സ്വന്തം വീട്ടിലെത്തിയ പോലെയാണ് അവൻ്റെ നടത്തം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് കുറേ നേരം അവൻ്റെ പിന്നാലെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് നൈസായിട്ട് ഞാൻ സായൻ്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് പോയി. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് എത്താമല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരക്കായി കഴിഞ്ഞാൽ റോഡിൽ ഭയങ്കര തിരക്കായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈസി വൈയിലൊന്ന് കയറി. എനിക്ക് എന്താ പറയുക, എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ യൂസ് ചെയ്യലൊന്ന് കയറി സൈന് ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു പാനിപൂരിയൊക്കെ കഴിച്ചു, പിന്നെ ഡബിൾ മിൽക്കൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇനി ഷർട്ട് കൂടി എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നെസ്റ്റോറിൽ നമുക്ക് അവിടെ പരിപാടിയൊന്നുമില്ല. ഫോറസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ വരുന്ന വഴിക്ക് നമ്മുടെ അംസകച്ചേരി എത്തിയപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഷർട്ടൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ ആക്ച്വലി ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളുടെ പൂവട്ടിപ്പൂരാടം എന്നുള്ള ആ ഒരു എന്താ പറയുക, പൂരാടവാണിപ്പത്തിൻ്റെ ആ ഒരു കലാസമിതി ഒരുക്കിയിട്ടുള്ള അതിൻ്റെ എന്താ പറയുക, അവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പൂരാടവാണിപ്പത്തിന് വരണം വിചാരിച്ചതാണ്. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ മഴയൊക്കെ പെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തി. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും ഇതുപോലെയുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ പൂരാടവാണിപ്പത്തിന്. അപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് ഇതുപോലെ ഓരോ വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കാറുണ്ട്.
പൂവട്ടിപ്പൂരാടം എന്താണെന്നല്ലേ എല്ലാവരും ഭയങ്കര ആശ്ചര്യത്തോടു കൂടിയാണ് കേട്ടോ നോക്കി നിൽക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വർഷവും പൂരാടമണിപ്പ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള വർണ്ണക്കാഴ്ചകൾ ഒരുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ആഘോഷത്തിന് ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് പൂവട്ടിപ്പൂരാടാണ്. അതായത് പണ്ട് കാലത്ത് നമ്മൾ പൂ പറിച്ചിടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ പൂവട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നാടൻ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നതായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പൂക്കളൊക്കെ ശരിക്കുള്ള പൂക്കളെ പോലെ തന്നെയാണ് കേട്ടോ. പണ്ട് കാലത്തുള്ള തുമ്പ, ഇപ്പം നമുക്ക് അധികം പൂക്കൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടാറില്ല. തുമ്പ, മുക്കുറ്റി, കോളാമ്പി, അതുപോലെ തെച്ചി, അങ്ങനെയുള്ള നാടൻ പൂക്കളാണ് കേട്ടോ ഈ പൂക്കോട്ടയിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തുമ്പിയും വണ്ടും എല്ലാതും ഉണ്ട്. ഇത്തവണത്തെ പൂരാടവാണിത്തിന് നമ്മുടെ എടപ്പാൾ ഒരുങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള വർണ്ണക്കാഴ്ചകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ പറയണേ. എല്ലാ വർഷവും ഇവിടെ വിവിധ തരത്തിലുള്ള കാഴ്ചകളാണ് ഒരുക്കാറ്. ഒരു തവണ പഴക്കൊലയായിരുന്നു, ഭീമൻ പഴക്കൊലയായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പൂവും പൂത്തുമ്പിയൊക്കെ ആയിരുന്നു. ഇത്തവണ ശരിക്കും നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ പൂക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ പൂരാടവാണ്യം ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആഘോഷത്തെ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ സമയം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും റോഡിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടി തിരക്കാവുമല്ലോ. അപ്പോൾ ഉത്രാടപ്പാച്ചിലും എല്ലാം കൂടിയിട്ട് ആൾക്കാർ നാളത്തെ ഓണത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. പിന്നെ കുഞ്ഞൻ ഇറങ്ങിയില്ല കേട്ടോ കാറിന്ന്. അവന് ഈ കഥകളിയുടെ ഒരു ഇതവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവൻ ഇറങ്ങാതെ കാറിൽ തന്നെ ഇരുന്ന് കണ്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഓണാശംസകൾ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.